നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 1199 ആണ്ട് ഇടവമാസം 21 തീയതി, 2024 ജൂൺ മാസം 4 തീയതി ചൊവ്വാഴ്ച. ഇന്ന് ചൊവ്വാഴ്ചയാണ്, നല്ല ദിവസമല്ല. ഇന്നത്തെ നക്ഷത്രവും ഭരണി നക്ഷത്രമാണ്. ഭരണി ശുഭകാര്യങ്ങൾക്ക് എടുക്കുന്ന നക്ഷത്രമല്ല. അന്ന് ശുഭദിനമല്ല, ശുഭനക്ഷത്രമല്ല. അപ്പോൾ വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ദിവസമാണ്. നെഗറ്റീവായിട്ടുള്ള ദിവസം എന്ന് പറയുമ്പോൾ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ഉണ്ടാവുന്ന ദിവസമാണ്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ പൊതുവേ ശുഭകാര്യങ്ങൾക്ക് ഈ ദിവസം എടുക്കാതിരിക്കുക. ശുഭകാര്യം എന്ന് പറയുമ്പോൾ ഓരോ കാര്യത്തിന് ഇറങ്ങാനും പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങാനും ഒക്കെ കൊള്ളാവുന്ന ദിവസമല്ല. ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഇന്ന് ഭരണി നക്ഷത്രം, ഇടവമാസത്തിലെ ഭരണി നക്ഷത്രം, ഒരു വർഷത്തെ ഫലത്തെയാണ് ബർത്ത്ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചൊവ്വാഴ്ചയും ആയിട്ട് ഭരണി നക്ഷത്രക്കാർ ബർത്ത്ഡേ വന്നിട്ടുള്ളവർ വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കഷ്ടതയേറിയ വർഷമാണ്. ചൊവ്വയായതുകൊണ്ട് പലതരത്തിലുള്ള വിഷമങ്ങൾ, കേസ് വഴക്കുകൾ, ആക്സിഡൻ്റ് ഉണ്ടാവുക, മുറിവ് ചതവൊക്കെ വരിക, സർജറിക്ക് വിധേയമാവുക, തീപ്പൊള്ളലേക്കുക, ഇങ്ങനെയുള്ള ദുരിതങ്ങൾക്കും കൂടി ഇടവരുന്ന വർഷമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമുക്കിപ്പോൾ ഏതെങ്കിലും ദിവസം ബർത്ത്ഡേ വന്നേ പറ്റുള്ളൂ. നമ്മൾ ആവശ്യപ്പെട്ടിട്ട് ചൊവ്വാഴ്ച വന്നതല്ല. പിന്നെ വന്ന സ്ഥിതിക്ക് നമുക്ക് അതിൻ്റെ ദോഷഭാവം എഫക്റ്റ് ചെയ്യാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. ചൊവ്വയുടെ ദോഷത്തെ കുറയ്ക്കാനായിട്ട് 2 ദേവതകൾക്ക് ശക്തിയുണ്ട്. ഒന്ന് സുബ്രഹ്മണ്യ സ്വാമിക്ക്, മുരുകന് മുരുകക്ഷേത്രത്തിൽ പോവുകയും ഭസ്മാഭിഷേകം, പഞ്ചാമൃത അഭിഷേകം, അർച്ചന നടത്തുക. അതുപോലെ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി ചൊവ്വാഴ്ച ദിവസങ്ങളിൽ കുങ്കുമാർച്ചനയ്ക്ക് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്കൊരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നതായതുകൊണ്ട് ഒരു സുബ്രഹ്മണ്യ യന്ത്രം, മുരുക യന്ത്രം, ദുർഗാ യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷയായിട്ട് കെട്ടിക്കൊള്ളുക. ഒരു വർഷത്തേക്ക് ഇതൊന്നും വരത്തില്ല വയ്ക്കുകയും ഈ ആഴ്ചയിൽ ചൊവ്വാഴ്ച ദിവസം ഈ ദേവതമാരിൽ, അതായത് മുരുകക്ഷേത്രത്തിലോ ദേവീക്ഷേത്രത്തിലോ പോയി അർച്ചന നടത്തി പോവുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കഷ്ടതകളൊന്നും വരത്തില്ല. അപ്പോൾ ഇത് വന്നു എന്ന് പറഞ്ഞ് പേടിക്കേണ്ട, അതിനുള്ള പ്രതിവിധിയും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇന്ന് 4 തീയതിയാണ്. ഇന്നത്തെ ദിവസത്തിന് പ്രാധാന്യം ഇന്ത്യ മഹാരാജ്യത്ത് വോട്ടെണ്ണുന്ന ദിവസവും കൂടിയാണ്. ഇപ്പോൾ കുറേ പേർക്ക് വളരെ ദുഃഖസൂചകമായ ഒരു ദിവസമായിരിക്കും. കൂടുതൽ പേർക്കും ദുഃഖമായിരിക്കും. അപ്പോൾ അത് മാത്രമല്ല, ഇന്നത്തെ ദിവസം ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന് ഉള്ളവർക്ക് നമുക്ക് അഭിജിത്ത് മുഹൂർത്തത്തെ ആശ്രയിക്കാം. ഇന്ന് അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് ഉച്ചയ്ക്ക് 12 മണി മുതൽ 12:48 വരെ 48 മിനിറ്റ് നേരമാണ് അഭിജിത്ത് മുഹൂർത്തം. ഇപ്പോൾ അഭിജിത്ത് മുഹൂർത്തം നമുക്ക് അങ്ങനെ എന്തെങ്കിലും കാര്യം ചെയ്തേ തീരുള്ളൂ എന്നുണ്ടെങ്കിൽ അഭിജിത്ത് മുഹൂർത്തം നമുക്കെടുക്കാം. അതുപോലെ ചൊവ്വാഴ്ചയാണ്, ഞാൻ പറഞ്ഞു, അപകടങ്ങൾ വരുന്ന ദിവസമാണ്. ഒക്കെ ശ്രദ്ധിക്കണം. കേസോ വഴക്കോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകുന്ന ദിവസമായതുകൊണ്ട് ഇന്നത്തെ ദിവസം പല കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണം. പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകില്ല. പ്രശ്നങ്ങളുമായിട്ട് വന്നാൽ പോലും നമ്മൾ മാറിക്കളയണം. കാരണം എന്തിനാവശ്യമില്ലാത്ത പ്രശ്നങ്ങളുണ്ടായി അതിൻ്റെ ബാക്കിൽ നടക്കാൻ നിൽക്കണ്ട. അതുപോലെ നമുക്ക് യാത്ര തിരിക്കുമ്പോൾ രാഹുകാല സമയത്തെ നമുക്ക് തിരഞ്ഞെടുക്കാം. രാഹുകാല സമയം ഉച്ചയ്ക്ക് ശേഷമാണ് വരുന്നത്. ഇന്ന് ശരിക്ക് രാഹുകാല സമയം വരുന്നത് 3:33 തൊട്ട് ആരംഭിക്കും. 5:06 വരെ രാഹുകാല സമയമുണ്ട്. അതുപോലെ നമുക്ക് ഒന്നിനും എടുക്കാൻ പറ്റാത്ത 2 സമയങ്ങളാണ് യമകണ്ഠകാലവും ഗുളികകാലവും. ഗുളികകാലം വരുന്നത് 12:23 തൊട്ട് 1:57 വരെയും
യമകണ്ഠ കാല സമയം വരുന്നത് 9:15 തൊട്ട് 10:49 വരെയും. ഈ സമയം ഒരു കാര്യങ്ങൾക്കും എടുക്കരുത്. ഇന്നത്തെ ദിവസം കുറേ ദോഷത്തെ കുറയ്ക്കാനും ചൊവ്വയുടെ അനുഗ്രഹം സിദ്ധിക്കാനുമായിട്ട് എന്ത് ചെയ്യണം? ചുവന്ന വസ്ത്രം, ചുവപ്പ് കളറിലുള്ള വസ്ത്രം നമ്മളെ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തണം. ഒന്നുമില്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും കരുതണം. അല്ലെങ്കിൽ ഒരു കുങ്കുമം തൊടുന്നവരാണെങ്കിൽ കുങ്കുമം തൊടുകയോ അല്ലെങ്കിൽ ചുവന്ന പൊട്ട് തൊടുകയോ ഒക്കെ ചെയ്യുന്നതും നമുക്ക് നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ സഹായിക്കും. ഇന്നത്തെ ദിവസം അത്ര നല്ലതല്ല എങ്കിലും എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ദിവസത്തെ ഒരു കഷ്ടതയും വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവരെ ഇഷ്ടദേവതാ പ്രീതി വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.